ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ചെറിയൊരു വർക്കിലേക്ക് കടക്കാം. ഇതൊരു പെൻകിൻ ടൈപ്പ് കൂളർ ഫാനാണ്. ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുമ്പം വർക്കിംഗ് അല്ല, മൂളൽ മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് നോക്കാം. അയച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫാൻ മോട്ടർ. ഫാൻ മോട്ടർ എന്ന് പറയുമ്പോൾ ടൈറ്റാണ്, കറങ്ങുന്നില്ല, മൂവ്മെൻ്റ് ഇല്ല. ഇത് ചെയ്യേണ്ടതെന്ന് പറയുമ്പം വഴി നമുക്ക് ഈ മോട്ടർ റീപ്ലേസ് ചെയ്യുക. മറ്റൊരു മോട്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കണ്ട നോർമലായിട്ടുള്ള വർക്കിംഗ് ആണ്. ഇതിൽ ടൈറ്റിംഗ് ഒന്നുമില്ല. പഴയ മോട്ടർ ഇത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇതിനകത്ത് വരുന്ന കപ്പാസിറ്ററാണ്. പഴയ കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ഉണ്ട്. കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോൾ MF മൈക്രോഫാരഡ് കുറവുണ്ട്. അത് നമ്മൾ കൂടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കപ്പാസിറ്ററും മോട്ടറും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്ത് അതാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. ഇനി യഥാസ്ഥാനത്ത് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്ത് കാണിച്ചു തരാം. മോട്ടറും അതിൻ്റെ ബ്ലോവർ വീലും ഈ ക്രമാടിസ്ഥാനത്തിലാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഈ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതുപോലെയാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്. കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മോട്ടറിൽ 3 വൈൻഡിങ് വരുന്നുണ്ട്. 3 വൈൻഡിങ് 3 സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. സ്പീഡ് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. 3 ടൈപ്പ് സ്പീഡും കറക്റ്റായിട്ട് വർക്കിംഗ് ആണ്. ഇനി ഇതിൽ നോക്കാനുള്ളതെന്ന് പറയുന്നത് ലെഫ്റ്റിലും റൈറ്റിലും സെൻട്രലിലോട്ടും എയർ തള്ളുന്ന സിങ്ക്രണസ് മോട്ടർ വർക്കിംഗ് ആണോ എന്ന് നോക്കണം. അതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിക്കാം. ഫ്രണ്ട് പാനലിലാണ് സിങ്ക്രണൈസ് മോട്ടറും അതിൻ്റെ പെഡസ്റ്റലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഇതിൻ്റെ പ്രവർത്തന രീതി കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പെൻകിൻ ടൈപ്പ് കൂളർ ഫാനിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഈ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.